നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ മാസത്തിലെ നക്ഷത്രങ്ങൾക്ക് വരുന്ന ഫലങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. അതിലാദ്യമായിട്ട് അശ്വതി നക്ഷത്രത്തിൻ്റെ സെപ്റ്റംബർ മാസത്തിലെ ഫലമാണ് പറയുന്നത്. അതിനു മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഈ സെപ്റ്റംബർ മാസത്തിൽ ആദിത്യൻ ചിങ്ങം കന്നി രാശികളിലും പൂരം ഉത്രം അത്തം എന്നീ ഞാറ്റുവേലകളിലുമായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. ചന്ദ്രനാണെങ്കിൽ കറുത്ത പക്ഷത്തിലാണ്. മാസാരംഭത്തിൽ അതായത് സെപ്റ്റംബർ 2 കറുത്ത വാവും 17, 18 തീയതികളിലായിട്ട് വെളുത്ത വാവും സംഭവിക്കുന്നു. മലയാളികളുടെ ദേശീയോത്സവമായ തിരുവോണം വരുന്നത് സെപ്റ്റംബർ 15 ഞായറാഴ്ചയാണ്. ശനി വക്രഗതിയിൽ കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവം രാശിയിൽ മകയിരം നക്ഷത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലുമായി വക്രഗതിയിൽ സഞ്ചാരം തുടരുന്ന സമയം. ചൊവ്വ മിഥുനം രാശിയിൽ മകയിരം തിരുവാതിര നക്ഷത്രങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാസാദ്യം ബുധൻ കർക്കടകം രാശിയിൽ സഞ്ചരിക്കുന്നു. സെപ്റ്റംബർ 4 ചിങ്ങം രാശിയിൽ പ്രവേശിക്കും. സെപ്റ്റംബർ 23 ഉച്ചരാശിയായ കന്നിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. സെപ്റ്റംബർ 16 മുതൽ ബുധൻ മൗഢ്യാവസ്ഥയിലാവും എന്നൊരു കാര്യം കൂടെ ഉണ്ട്. ശുക്രൻ മാസാദ്യം നീച രാശിയായ കന്നിയിലായിരിക്കും. സെപ്റ്റംബർ 18 തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഇതാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ വരുന്ന ഗ്രഹസ്ഥിതികൾ അല്ലെങ്കിൽ ഗ്രഹനില എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ അശ്വതി നക്ഷത്രത്തിൻ്റെ സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങൾ വിവരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുമ്പോൾ പ്രധാനമായ ഗ്രഹങ്ങൾ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കാര്യസാധ്യം ഉണ്ടാകുമെന്നുള്ളതാണ്. അതിന് പറ്റിയ ഒരു കാലം തന്നെയാണ് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. സ്വന്തം ആത്മവിശ്വാസം നിലനിർത്താൻ കഴിയുന്നൊരു സമയമായിരിക്കും. സ്വതസിദ്ധമായ പ്രവർത്തനങ്ങളിൽ മുന്നേറുന്നതായിരിക്കും. ജീവിതം ശരിയായ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, സഞ്ചരിക്കുന്നതെന്ന ബോധ്യം ജാതകയ്ക്ക് അല്ലെങ്കിൽ ജാതകന് ഉണ്ടാകും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കുറച്ച് അധ്വാന ഭാരം കൂടുതലായിരിക്കും. സഹപ്രവർത്തകരെ ഏകോപിപ്പിക്കുക എന്നുള്ളത് ഭഗീരഥ പ്രയത്നമായി അനുഭവത്തിൽ വരാം. മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകും ചെറിയ രീതിയിൽ. അതുവഴി ഉറക്കം കുറവുണ്ടാകുന്നതായിരിക്കും. ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളിൽ ചിലതൊക്കെ തീർക്കുവാൻ സമയം കൂടുതൽ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ അത് നിർവഹിക്കാനാവൂ എന്ന സ്ഥിതി വന്നു ചേരും എന്നുള്ളതാണ്. എങ്കിലും കൃതാർത്ഥതയ്ക്ക് അവകാശം ഉണ്ടാകും എന്ന് തന്നെ പറയാം. മാസത്തിൻ്റെ 2ാം പകുതിയിൽ ആവശ്യത്തിന് വിശ്രമം ലഭിക്കുന്നതാണ്. ഇഷ്ടയാത്രകൾ ഊർജം ഉണ്ടാക്കും. സുഹൃത്ത് പരക്കളായ സമാഗമം സന്തോഷത്തിന് കാരണം ഉണ്ടാക്കും. ഈ രീതിയിലൊക്കെയാണ് സെപ്റ്റംബർ മാസത്തിലെ അശ്വതി നക്ഷത്രത്തിന് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.